കാർബോറണ്ടം യൂണിവേഴ്സലിന് മണിയാറുള്ള പ്ലാന്റ് എന്നുള്ളത് അവരുടെ വൈദ്യുതി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനെ ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്നാണ് പറയുക. സാധാരണ ബൂട്ട് കാലാവധി നിശ്ചയിക്കുന്നുണ്ടെങ്കിലും ബൂട്ട് എന്നുള്ളത് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് അവർ ആ സ്ഥാപനം ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ഗ്രിഡിൽ കൊടുക്കും. ആ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി വിൽക്കും. വൈദ്യുതിയുടെ വില കമ്പനിക്ക് കിട്ടും. ഇതാണ് ബൂട്ട്. ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായം, ആ വ്യവസായത്തിന് ആവശ്യമായ വൈദ്യുതി അവർ തന്നെ ഉൽപ്പാദിപ്പിക്കും. അതിനാണ് ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്ന് പറയുക. ഇപ്പോൾ രാജ്യത്തെ പൊതു നിയമവും പൊതു ഇതനുസരിച്ചും എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചതനുസരിച്ചും ക്യാപിറ്റീവ് പവർ പ്ലാന്റ് ഒന്നുകൂടി വിപുലപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഒരു വ്യവസായശാല നേരിട്ട് നടത്തുന്നതും ആ വൈദ്യുതി പൂർണ്ണമായിട്ടും അവർ തന്നെ വിനിയോഗിക്കുന്നതുമാണ് ക്യാപിറ്റീവ് പവർ പ്ലാന്റ്. ഇപ്പോൾ 51% വൈദ്യുതി അവർ ഉപയോഗിച്ചിട്ട് ബാക്കി വിൽക്കുന്നതും ക്യാപിറ്റീവ് പവർ പ്ലാന്റാണ് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച്. എന്ന് മാത്രമല്ല 26% ഓഹരി കമ്പനിക്ക് ഉണ്ടായാൽ മതി, ബാക്കി ജോയിൻറ്റ് വെഞ്ചർ ആയാലും ക്യാപിറ്റീവ് പവർ പ്ലാന്റാണ്. കാർബോറണ്ടം യൂണിവേഴ്സലിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ ഇപ്പോൾ 17% മാത്രമാണ് അവർക്ക് ഈ മണിയാർ പ്രൊജക്റ്റിൽ നിന്ന് ലഭിക്കുന്നത്. അത് ബാക്കി അവർ തന്നെ അവിടെ കൺസ്ട്രക്ട് ചെയ്ത് അവരവിടെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ കമ്പനിയുടെ ആവശ്യത്തിന് അവർ തുടങ്ങുമ്പോൾ 360 കോടി മൂലധനമുള്ള കമ്പനിയായിരുന്നു. ഇപ്പോൾ അതൊരു 700 കോടി മൂലധനമുള്ള കമ്പനിയാണ്. ഒരു വർഷം അമേരിക്ക, യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് 100 കോടിയുടെ എക്സ്പോർട്ട് നടത്തുന്ന കമ്പനിയാണത്. 1060 ഡയറക്റ്റ് എംപ്ലോയീസ് ഇപ്പോൾ ഉണ്ട്. ഏകദേശം 600ഓളം ഇൻഡയറക്റ്റ് എംപ്ലോയീസും ഉണ്ട്. അവർ തന്നെ നിർമ്മിക്കുന്നു, അവർ തന്നെ അത് 17% അവരുടെ ആവശ്യങ്ങൾക്ക് അതിന് ലഭിക്കുന്നു. നമുക്ക് KSEBക്ക് ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വെള്ളത്തിനുള്ള റോയൽറ്റി ആയിട്ട് 62 പൈസ മറ്റും കിട്ടും. ഒരു യൂണിറ്റിന് 62 പൈസ. അത് നമ്മുടെ ലൈൻ വഴി കൊണ്ടുപോകുന്നതിന് ഒരു യൂണിറ്റിന് 74 പൈസ കിട്ടും. ഇതുകൂടാതെ 15 പൈസ അവർ നമുക്ക് ഡ്യൂട്ടി നൽകും. അപ്പോൾ അതാണ് നമുക്ക് KSEBക്ക് കിട്ടുന്ന വരുമാനം. മുടക്കുന്നത് അവർ, നടത്തുന്നത് അവർ, അവരുടെ കമ്പനിക്ക് ആവശ്യമായി വൈദ്യുതി എടുക്കും. അപ്പോൾ ക്യാപിറ്റീവ് പ്ലാന്റുകൾ സാധാരണ കാലപരിധി ഉള്ളതല്ല. എന്നാൽ നമ്മൾ തുടങ്ങുമ്പോൾ ഇത് 91-ലാണ്. നാം കാണേണ്ടത് 91 കരാർ ഒപ്പിട്ടിട്ട് 94 തന്നെ ഒരു ഉൽപ്പാദനം തുടങ്ങി. നമ്മുടെ പലതും അന്നൊക്കെ ഒപ്പിട്ട KSEBയുടെ പലതും ഇപ്പോൾ നിൽക്കുകയാണ്. 91 തുടങ്ങി, 94 ഉൽപ്പാദനം തുടങ്ങി. അന്ന് 30 വർഷമായിരുന്നു. ആദ്യത്തെ ക്യാപിറ്റീവ് പവർ പ്ലാന്റാണ്. അന്ന് കൃത്യമായ എഗ്രിമെൻറ്റുകളും അതിന് മുൻമാതൃകകളും ഇല്ല. അതിനുശേഷം ശ്രീ ചെന്നിത്തലയുടെ പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ് 94-ൽ ആ ഘട്ടത്തിൽ 94-ൽ ഇൻഡസിൽ എന്ന് പറയുന്ന കമ്പനിക്ക് ഇടുക്കിയിൽ തന്നെ രാജക്കാട്ടിൽ, ഇത് പത്തനംതിട്ടയാണ്, മറ്റേ ഇടുക്കി ജില്ലയിലാണ്, അവിടെ ഒരു ക്യാപിറ്റീവ് പവർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. 21 മെഗാവാട്ടിൻ്റേതാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ എഗ്രിമെൻറ്റിൽ 30 വർഷത്തേക്ക് കഴിഞ്ഞിട്ട് പുതുക്കാനുള്ളതുണ്ട്. ആവശ്യപ്പെടുകയാണ് പുതുക്കാമെന്നുള്ളത് UDFൻ്റെ കാലഘട്ടത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള ഇൻഡസിലിൻ്റെ എഗ്രിമെൻറ്റിനകത്തുണ്ട്. അപ്പോൾ ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്നുള്ളത് യഥാർത്ഥത്തിൽ വൈദ്യുതി ആ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കലാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഗവൺമെൻറ്റും ആ പൊതുവെ നയം തന്നെയാണ് പിന്തുടരുന്നത്. നമ്മളെ സംബന്ധിച്ച് 60 മുതൽ കേരളത്തിൽ ഇവിടെ എടപ്പള്ളി, കൊരട്ടി, കാക്കനാട് 3 സ്ഥലങ്ങളിലായി 7-8 ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായശാലകളിലൊന്നാണ് മാനുഫാക്ചറിംഗ് രംഗത്ത്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയായിട്ട് തന്നെ ഇപ്പോൾ അവർ മാറിയിരിക്കുന്നു. പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ 2 തരത്തിലാണ് ഇപ്പോൾ കമ്പനികൾ വൈദ്യുതി ചാർജ് വരുമ്പോൾ കൈകാര്യം ചെയ്യുക. ഒന്ന്, ചിലർ ക്യാപിറ്റീവ് പവർ പ്ലാന്റ് വരുന്നു. നമ്മൾ കേരളത്തിൽ അത്രയും അധികം കമ്പനികൾ ക്യാപിറ്റീവ് പവർ പ്ലാന്റിലേക്ക് വന്നിട്ടില്ല. ഇവർ ഇലക്ട്രിസിറ്റി കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു ഫാക്ടറി കൂടിയാണ്. അതുകൊണ്ട് അവരതിലേക്ക് വന്നു, അവർ വിജയകരമായിട്ട് അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ രാജ്യത്തെ പുതിയ നിയമം അനുസരിച്ച് ഓപ്പൺ ആക്സസ് ആണ്. എന്ന് വെച്ചാൽ ഏത് സ്റ്റേറ്റിൽ നിന്നും വൈദ്യുതി വാങ്ങിക്കാം. ഇലക്ട്രിസിറ്റി ബോർഡിന് അതിന് ചെറിയൊരു ഇത് കൊടുത്താൽ മതി. അപ്പോൾ എവിടെയാണ് വില കുറവ് അവിടെ നിന്ന് വൈദ്യുതി വാങ്ങിക്കും. ഈ 2 തരത്തിലാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. മാധ്യമങ്ങൾ തന്നെ ഇപ്പം പറയുന്നത് വൈദ്യുതി ചാർജ് കൂടുന്നത് കൊണ്ട്
ഇപ്പോൾ കമ്പനികളൊക്കെ പോകുന്നു, അതുകൊണ്ട് വ്യവസായം വരില്ല എന്ന് പറയുമ്പോൾ ക്യാപിറ്റീവ് പവർ പ്ലാന്റുകൾ വഴി കുറച്ചുകൂടി ആശ്വാസം കിട്ടും. പിന്നെ ഇവരുടെ വൈദ്യുതി ഉൽപ്പാദനം എന്നുള്ളത് കേരളം ആകെ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 0.09%. ഇത് കിട്ടിയ മൊത്തം ഉണ്ടാവുന്നതാണല്ലോ, 0.09% മാത്രമാണ്. അപ്പോൾ ക്യാപിറ്റീവ് പവർ പ്ലാന്റ് വ്യവസായം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള മുന്നുപാധിയായിട്ടാണ് കാണുന്നത്. വ്യവസായങ്ങൾ കൂടുതൽ വരുന്നതിന് ഇത്തരം പദ്ധതികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പോളിസി നിങ്ങൾ നോക്കിക്കോളും. ഇനി മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് അവർ എളുപ്പവഴി പറഞ്ഞുതരാം. ChatGPT ഉണ്ടാവുമല്ലോ, വെറുതെ നോക്കിയാൽ മതി ക്യാപിറ്റീവ് പവർ പ്ലാന്റ് ഇന്ത്യയിൽ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ നോക്കിയാൽ മതി. എന്താണ് ബൂട്ട്, എന്താണ് ക്യാപിറ്റീവ് പവർ പ്ലാന്റ്. അപ്പോൾ ബൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് കൃത്യമായിട്ടൊരു കാലാവധി വേണ്ടി വരും. കാരണം അവർ വൈദ്യുതി വിറ്റ് കാശുണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോണ്ടിന് കൊടുക്കണം. അതാണ് പൊതുവെ സ്വീകരിക്കുന്നത്. ഇപ്പം ഞാനൊരു പവർ പ്ലാന്റ് നടത്തുകയാണെങ്കിൽ 30 വർഷത്തേക്ക് എനിക്കത് ഓപ്പറേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ബോണ്ടിന് കൊടുത്തിട്ട് യൂണിറ്റിന് ഓരോ ഘട്ടത്തിലെയും കരാറ് പ്രകാരം പൈസ എനിക്ക് കിട്ടും. 30 കൊല്ലം കഴിഞ്ഞാൽ കൊടുക്കണം. ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി അവരുടെ സ്വന്തം പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനിയിപ്പോൾ നാളെ ഒരു വ്യവസായം ഇല്ലെങ്കിൽ ഈ സമീപനം മാറും. ഇത് നമ്മുടെ നാട്ടിൽ വ്യവസായം ഇവിടെ തന്നെ നിലനിർത്താൻ നല്ല അന്തരീക്ഷമാണ്. ഇപ്പോൾ നല്ല രീതിയിൽ സ്ഥാപനങ്ങൾ വരുന്നു, അതിന് സഹായകരമാണ്. അപ്പോൾ ആശയക്കുഴപ്പങ്ങളില്ല. ഇത് ആദ്യത്തെ കരാറാണ് ഈ കാർബോറണ്ടത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ബൂട്ട് ഈ പിരീഡ് എന്ന നിലയിൽ 30 കണ്ടിരുന്നത്. അതിനുശേഷം ഈ ദേശീയ ബലത്തിൽ ഈ മാറ്റം വരുന്നതിന് മുമ്പ് തന്നെ UDF ഗവൺമെൻറ് ഇൻഡസ്ട്രിയലിന് കൊടുത്തിരിക്കുന്നതും റിന്യൂവലിനുള്ള ഇത് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നന്നായി മനസ്സിലാക്കി ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് പോകാതെ വ്യവസായങ്ങൾ വളരുന്നതിനാവശ്യമായ ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ് വേണ്ടത്.